അവാരിഫുൽ മആരിഫ്. ആരെ കിതാബ്? ശിഹാബുദ്ദീൻ സുഹ്റവർദി ശൈഖ് അവറുകളുടെ കിതാബ്, ഇമാം അവറുകളുടെ കിതാബ്. വളരെ മഷ്ഹൂറായ കിതാബാണ്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്ന് ചോദിക്കും ചിലർ. ആവർത്തിക്കല്ല, ആ വിഷയം ഒന്നുകൂടി പറയാൻ കാരണം ഈ കിതാബുമായി വന്ന മുഷാവറാങ്ങുണ്ടല്ലോ, ആ മുഷാവറാംഗത്തിൻ്റെ വീഡിയോയുടെ 3-ാം ഭാഗം ഇന്ന് വന്നിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി അത് പറയേണ്ടി വന്നതാണ്. 3-ാം ഭാഗം എന്നാണ് നേരത്തെ പ്രസംഗിച്ച് വെച്ചതാണ്. അതിൻ്റെ മറുപടിയൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതി. ഈ കിതാബൊക്കെ രചിച്ചത് മശായിഖിന് വേണ്ടിയാണ്. മശായിഖന്മാരോടുള്ള അദബ് പഠിപ്പിക്കാൻ, ഔലിയാക്കന്മാർ ആരാണെന്ന് പറയാൻ, അത് പറയാനുണ്ടാക്കിയ കിതാബാണ്. ഇവരുടെ തെറ്റായ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി വായിക്കുന്നത് തന്നെ. ഇവർക്കൊരു വാദമുണ്ട്, ബിസിനസ്മാൻ കൊണ്ടുവന്ന വാദം. ഏകാംഗ മശായിഖിന്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇനി ഞങ്ങളാണ്, അഥവാ അവരുടെ ശൂറയാണ് മശായിഖിന്റെ സ്ഥാനത്ത്. ഇത് തെളിയിക്കാൻ വേണ്ടി അയാൾ വായിച്ച കിതാബാണിത്. ഈ കിതാബിൽ പറയുന്നത് എന്താ? അള്ളാഹുവുമായി ബന്ധപ്പെട്ട സൂഫിയാക്കൾ, ആ സൂഫിയാക്കളുടെ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഇമാം അവറുകൾ ചോദിക്കുന്നു, വമനില്ലദീ യഖൂമു ബിഇഹ്യാഇ ഹാദിഹി സുന്ന മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു സൂഫി അൽ ആലിമി ബില്ലാഹ്. എന്താണ് ആ ചോദ്യത്തിന്റെ ഭംഗി? ആരുണ്ട്? യഖൂമു, നിൽക്കുന്നവൻ, സുന്നത്തിനെ ഹയാത്താക്കിയിട്ട് നിൽക്കുന്നവൻ, സുന്നത്തിനെ ഹയാത്താക്കി സുന്നത്തിനെ ജീവിപ്പിക്കുന്നവർ ആരുണ്ട്? ഗൈറു സൂഫി, സൂഫി അല്ലാത്ത ആരുണ്ട്? അൽ ആലിമു ബില്ലാഹ്, അല്ലാഹു പ്രത്യേകമായി അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് അള്ളാനെ തന്നെ മനസ്സിലാക്കി കൊടുത്ത അൽ ആലിമു ബില്ലാഹ് എന്ന വിശേഷണമുള്ള സൂഫി അല്ലാത്ത ആരുണ്ട്? ഈ പണി ചെയ്യുന്നവർ ആരുമില്ല എന്നർത്ഥം. അതാണ് ഓസുല്ലാഹ് തങ്ങൾ പറഞ്ഞേ, അൽ ഔലിയാ യുഖീമൂന ദീനല്ലാഹി അസ്സ വജൽ, അവരാണ് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നവർ. അല്ലെങ്കിൽ നിങ്ങളാരെ ഇപ്പൊ ദീന് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച്? നിങ്ങളതാണോ ദീൻ? ദീൻ അള്ളാഹുവിൻ്റെതല്ലേ, ഓൻ സംരക്ഷിച്ചോളും. അതിനാണ് ഓന്റെ ആളുകൾക്ക് ആ സൂഫി എന്ന് പറയാം. അതാ ഇമാം സുഹ്റവർദി തങ്ങൾ ചോദിക്കുന്നത്, സൂഫി അല്ലാത്ത ആരുണ്ട് ദീനിനെ സംരക്ഷിക്കുന്നവർ? ആ ചോദ്യമാണത്. അവരുടെ വിശേഷണാണ് അൽ ആലിമി ബില്ലാഹ്, അള്ളാഹിനെ അറിഞ്ഞ ആള്, അസ്സാഹിദി ഫിദ് ദുനിയ, ദുനിയാവിൽ സുഹൂദുള്ള ആള്, അൽ മുതമസ്സികി മിനത് തഖ്വ, തഖ്വ കൊണ്ട് മുറുക്കി പിടിച്ച ആള്, അല്ലേ? ഇങ്ങനെയുള്ള സൂഫി അല്ലാതെ ആരുണ്ട്? ഇതൊരു ചോദ്യമല്ലേ? ആ ചോദ്യം അറിയിക്കാനല്ലേ അവിടെ ക്വസ്റ്റ്യൻ ഇട്ട്, അതിനല്ലേ ഫത്ഹ എഴുതി കൊടുത്ത്. അപ്പൊ ഇയാൾ പറയാ എന്റെ കിതാബിലാവുന്നില്ല, അപ്പൊ പഴയ കിതാബാണ്. എന്നാ പിന്നെ വേറൊരു കിതാബ് നോക്കിക്കൂടെ, അത് എവിടെ അർക്കത്തുണ്ടോന്ന് ആയെങ്കിലും നോക്കിക്കൂടെ? താങ്കളുടെ കിതാബിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവിടെ എങ്ങനെ വായിക്കണമെന്നതാ പ്രശ്നം. അങ്ങനെ വായിക്കണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പുതിയ പ്രിന്റിൽ അങ്ങനെ ഇട്ടുകൊടുത്ത്. ഇതിനെപ്പോലുള്ള ആളുകൾ പെട്ടുപോണ്ടാന്ന് കരുതിയിട്ട്. അതും മനസ്സിലായിട്ടില്ലേ? ഇതൊരു ചോദ്യമാണ്. എന്ത് ചോദ്യം? ആരുണ്ടോ സൂഫി അല്ലാത്ത ആള്? ദീനിനെ നിലനിർത്താൻ സൂഫിയാക്കളല്ലാതെ ആരുണ്ട്? അങ്ങനല്ലേ ചരിത്രം. ഇന്ത്യ രാജ്യത്താരാ ഇവിടെ ഇസ്ലാമിനെ സംരക്ഷിച്ചത്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളല്ലേ, ഖദ്ദസല്ലാഹു സിർറഹു. സൂഫിയല്ലേ അവര്? മമ്പറന്തങ്ങളല്ലേ? സൂഫിയല്ലേ അവര്? മടവൂര് ശൈഖുനയല്ലേ? സൂഫിയല്ലേ അവര്? ഔസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി മുഹീദ്ദീൻ സൂഫിയല്ലേ അവര്? അതാ ചോദിക്കുന്നത്. സൂഫികളല്ലാതെ, മശായിഖല്ലാതെ, ഔലിയാക്കളല്ലാതെ ആരുണ്ട് ദീനിനെ സംരക്ഷിക്കുന്നവർ? എന്നിട്ട് ഇയാള് പെട്ട പെടല്. ഇയാള് നേരെ ചോദിക്കുക, ചോദ്യമില്ലല്ലോ ഇയാൾക്ക്. ഇയാൾ പറയാ മൻ എന്നുള്ളടത്ത് അത് മിൻ എന്ന് വായിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണെന്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരിൽ പെട്ടവരാണ് ഒരു സൂഫി, സൂഫി അല്ലാത്ത
സൂഫി അല്ലാത്ത ആര്? അൽആലിമു ബില്ലാ, അള്ളാഹിനെ കുറിച്ച് ശറഉൽ അഖായിദൊക്കെ ഓതിപ്പടിച്ച് മനസ്സിലാക്കിയ ഞങ്ങൾ. അൽആലിമു ബില്ലാ ശറഉൽ അഖായിദ് ഓതിയ ആളുതാ. അൽആലിമു ബില്ലാ എന്ന് പറഞ്ഞാൽ ആരിഫു ബില്ലാന്നാ, മഅരിഫത്ത് വേണം. അവ മഅരിഫത്തുള്ള ആള് അതാൽ ആലിമു ബില്ലാ. മറ്റേതല്ല ആലിമു ബിൽ അഹ്കാം, ഹുക്മ് പഠിച്ച ആള്, നിയമം പഠിച്ച ആള്, അതല്ല ആലിമു ബില്ലല്ല. ആലിമു ബില്ലാകണമെങ്കിൽ എന്ത് വേണം? വഅലമു ഇൽമല്ലാഹി ഉഹ്സീ ഹുറൂഫഹു, അതല്ല ആലിമു ബില്ല. ആ ആലിമു ബില്ലയാണോ സൂഫിയ്? നിങ്ങൾ വായിക്കുന്ന അവിടെ നഹ്വ് തെറ്റ്, മുഴുവൻ തെറ്റ്. അതാളൊന്ന് വായിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മഹത്വം അങ്ങനെ പറയാണ്. പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം അവാരിഫുൽ മആരിഫ് പറയാണ്. അവാരിഫുൽ മആരിഫ് അത് കേൾ പ്രത്യേകം പറഞ്ഞ കിതാബാണല്ലോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ്. ആ അവാരിഫുൽ മആരിഫ് വമിനല്ലദീ യകൂമു, നിൽക്കുന്നവരിൽ പെട്ടവരാണ്, ബി ഇഹ്യായി ഹാദി സുന്നത്ത്, ഈ സുന്നത്ത്. ഏത് സുന്നത്ത്? സൂഫിയാക്കളെ ഈ സുന്നത്ത്, ഹദീസല്ല. അതവിടെ ചർച്ച, അത് ചർച്ച ചെയ്തിട്ട് പറയാം. ഈ സുന്നത്ത് ഇഹ്യായി ചെയ്യൽ കൊണ്ട് നിൽക്കുന്നവരാണ് മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഈ സുന്നത്ത് കൊണ്ട് ഇഹ്യായി ചെയ്യുന്നവരിൽ പെട്ടവരാണ്. ഗൈറു സൂഫി, സൂഫി അല്ലാത്ത. സൂഫി സുന്നത്ത് എന്താകുന്നുണ്ട്, ഇഹ്യായി ഉണ്ട്. അപ്പൊ സൂഫി അല്ലാത്ത ഇഹ്യായി ചെയ്യുന്നവരിൽ പെട്ടവരാണ് അൽ ആലിമു ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഇൽമുള്ള ആള്, അസ്സാഹിദു ഫി ദുനിയ. നേരെ തല കുത്തനെ വായിച്ച് പിടിച്ചു നമ്മൾ. കോഴിക്കോട് ജില്ലയിലെ മുശാവറാങ്ങ. ഞാനൊരു എളിയ ആളാണ്, വലിയ ആൾക്കാർ ഏതാളായാലും മുശാവറ അല്ലേ, മുശാവറ അങ്ങല്ലേ. ഇനി അടുത്ത മുശാവറയിലേക്ക് കയറാൻ നിൽക്കുകയാണ് അത്ര, കേന്ദ്ര മുശാവറയിലേക്ക്. നല്ല കാറ്റേക്കാരപ്പ്. എന്താണോ ആ മുസന്നിഫ് ഉദ്ദേശിച്ചതിന് നേരെ എതിര്. ആർക്കും മനസ്സിലാവും. ഇതൊക്കെ നമ്മളോട് സംസാരിക്കാത്ത ഒരു AP പണ്ഡിതനും ഇല്ല. എല്ലാവരും വിളിച്ചുകൊണ്ട് ഏടുന്ന അയാളെ നീച്ചു വരുന്നത്, നമ്മൾ അയാളെ ഇറക്കിയതാന്ന് വരെ പറയുന്നുണ്ട് ഓലെ കൊളാക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം എത്തിന് കാര്യങ്ങൾ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ആദ്യ സാധനമൊക്കെ വേണ്ടേരും. ഒരു കിതാബിൻ്റെ ഇബാറത്ത്, വലിയ കിതാബികളല്ലേ നിങ്ങൾ, എങ്ങനെയാ അതൊരു മനുഷ്യൻ വായിക്കുക? ഏടുന്ന നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് അയാൾ നമ്മളോട് ചോദിക്കുക, എന്താ ഇപ്പം അതിൽ തെറ്റ്, എന്താണ് ഇപ്പം അതിൽ തെറ്റ്? സൂഫി അല്ലാത്ത ആരുണ്ട് ദീനിനെ അയാത്താക്കാൻ എന്ന് ചോദിക്കുമ്പോൾ സൂഫി അല്ലാത്ത ആലിമാണ് അയാത്താക്കാൻ അർത്ഥം വെച്ചിട്ട് ചോദിക്കുക, എന്താ ഇപ്പം അതിൽ തെറ്റ്? എന്താണ് ആ ചോദ്യം എന്ന് കേട്ടോളി നിങ്ങൾ. ാവട്ടെ. അവാരിഫുൽ മആരിഫിൽ ഞാൻ വായിച്ച ഇബാറത്ത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ പ്രസംഗം കേട്ടു നോക്കി. സ്വാഭാവികമായും ഇബാറത്ത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ആ ഇബാറത്തിലുള്ള തെറ്റ് എന്തുകൊണ്ടാണ് തെറ്റായത്? ഒന്നിരിക്കൽ നഹവിൻ്റെ കായിദ ഒക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ സൊറഫിൻ്റെ കായിദ ഒക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇൽമുൽ മആനിയുടെയോ ബയാനിൻ്റെയോ ഏതടിസ്ഥാനത്തിലാണ് തെറ്റാണ് എന്ന് പറയുന്നത്? അടിസ്ഥാനത്തിലും തെറ്റാ. നഹവ് അനുസരിച്ച് തെറ്റാണ്, ബയാൻ അനുസരിച്ച് ഇൽമുൽ ബയാനും ഇൽമുൽ ബദിയും അത് ഇൽമുൽ മആനിയും ഇതനുസരിച്ച് ഒക്കെ തെറ്റാത്. കാരണം എന്താ? എന്താണോ അതിൻ്റെ മുസന്നിഫ് ഉദ്ദേശിച്ച് അതിൻ്റെ നേരെ എതിരാ. കാരണം സൂഫി അല്ലാത്ത ആരുണ്ട് എന്നാണ് മഹാനവറുകൾ ചോദിക്കുന്നത്. നിങ്ങളോ? സൂഫി അല്ലാത്ത ആളുണ്ട്, അതാരാണ്? അൽ ആലിമു ബില്ലാഹ്, അള്ളാഹിനെ അറിയുന്ന ആള് എന്നാ പറയുന്നത്. അപ്പൊ രണ്ട് കാര്യം അവിടെ ഇയാൾ പറഞ്ഞു. ഒന്ന്, സൂഫി ആയ ആളുണ്ട്, ഓക്കെ, അത് സമ്മതിച്ചു തരികയാണ് നമുക്ക് വേണ്ടി. സൂഫി അല്ലാത്ത ആളുണ്ട്. ഇയാൾ പറയാണ് സൂഫി അല്ലാത്ത ആളുണ്ട്. സൂഫി അല്ലാത്ത ആളാരാ? അൽ ആലിമു ബില്ലാഹ്, അള്ളാഹുവിനെ അറിയുന്ന ആൾ. അള്ളാഹിനെ അറിയുന്ന ആൾ തന്നെയാണ് സൂഫി. അള്ളാഹിനെ അറിയുന്ന ആൾക്ക് പറയുന്ന പേരാണ് സൂഫി. ആ സൂഫി എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം എന്താ? ഞാൻ ഇന്നലെ വായിച്ചു കൊടുത്തിന്, പിന്നെ വന്നില്ല.
ഇത് നേരത്തെ ഉള്ള വീഡിയോ വിടുന്നതാണ്. അസ്സൂഫിയു ഹുവൽ ആലിമു ബില്ലാഹ് അൽ ആരിഫു ബിഹി. ഷെയ്ഖ് അബ്ദുൽ ഹഖ് ഇബ്നു സബഈൻ. എല്ലാവരും ഫതുൽ ബാരി അവിടെ സൂഫി എന്നുള്ളതിന് പകരം വലിയ എന്നാണ് അൽ ആലിമു ബില്ലാഹ്. എല്ലാ ആരാത് പറയാത്തവര് മാത്രല്ല, സൂഫി പറഞ്ഞ എന്താണ് എന്ന് നമ്മളെ അവാരിഫുൽ മാരിഫ് തന്നെ ഉണ്ട്. സൂഫി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് അത് അയാൾ തന്നെ പറഞ്ഞോട്ടെ. അയാളെ കൊണ്ടല്ലേ എന്ന് മറുപടി. അയാൾ ചോദിച്ചല്ലോ എന്താ തെറ്റ്, സൂഫി എന്ന് പറഞ്ഞാൽ ആരാ എന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യം. അപ്പൊ തെറ്റെന്താന്ന് മനസ്സിലാവും. ആ വായിക്ക്. തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസൂഫിയത്തി, സൂഫിയത്ത് എന്ന് നമ്മൾ ഈ കിതാബിൽ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അൽ മുഖറബീൻ. ആരെയാണ്? മുഖറബീങ്ങളായ എല്ലാ വിഭാഗത്തെയുമാണ്. ആ വിഭാഗത്തിൽ ആരുണ്ട്? അൽ ആലിമു ബില്ലുണ്ട്. തിരിഞ്ഞാ എന്താ പറഞ്ഞേ? ശരിക്ക് ചിന്തിക്കണം കേട്ടോ. ഇയാൾക്ക് എന്തോ ഒരു അസുഖമുണ്ട് ശരിക്ക്. ഇയാളെ കുതിരവട്ടത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. പ്രത്യേകിച്ച് അണ്ടോണക്കാരെ ശ്രദ്ധിച്ചോളി, നിങ്ങളെ ഇയാൾ നാസാക്കും. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? സൂഫി എന്ന് പറഞ്ഞാൽ മുഖറബ് എന്നാണ് ഉദ്ദേശം. സൂഫി എന്ന് പറഞ്ഞാൽ മുഖറബ്. മുഖറബ് എന്ന അള്ളാഹുവിലേക്ക് അടുത്ത ആള്. അവരിലുണ്ട് ആര്? അൽ ആലിമു ബില്ലാഹ്. സൂഫി എന്ന് പറഞ്ഞാൽ മുഖറബ്. മുഖറബിലുണ്ട് ആര്? അൽ ആലിമു ബില്ലാഹ്, അള്ളാഹിനെ അറിഞ്ഞ ആള്. ഇനി അയാൾ വയച്ച രൂപത്തിൽ നിന്ന് അർത്ഥം വെച്ച് നോക്കി. ദീനിനെ അയാത്താക്കുന്നവരിൽപ്പെട്ടവരാണ് വൈറ സൂഫി. സൂഫി അല്ലാത്ത ആള് അൽ ആലിമു ബില്ലാഹ്, അതാരാ? അള്ളാഹിനെ അറിയുന്ന ആളാണ്. ഇയാളിപ്പോൾ എന്താ പറഞ്ഞ്? സൂഫി എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് അടുത്ത ആള്. അള്ളാഹിനോട് അടുത്ത ആളിൽ ആരുണ്ട്? അൽ ആലിമു ബില്ലാഹ് ഉണ്ട്. ഇയാളിപ്പോൾ വായിച്ചനുസരിച്ച് അർത്ഥം സൂഫി അല്ലാത്ത ആളാണ് ആലിമു ബില്ലാഹ്. മനസ്സിലായില്ല? സൂഫി അല്ലാത്ത ആളാണ് ആലിമു ബില്ലാഹ് എന്നാണ് അർത്ഥം വെച്ച്. അപ്പൊ പറഞ്ഞു നോക്കുമ്പോ സൂഫിയിൽ പെട്ടതാണ് ആലിമു ബില്ലാഹ് എന്നാ പറയണത്. ഏടുന്നാ നീച്ചു വരുന്ന സാധു ദൗറായില്ലേ അത്? സൂഫി എന്നതിന്റെ അർത്ഥം മുഖറബ്. മുഖറബില്ല അൽ ആലിമു ബില്ലല്ലേ? അൽ ആലിമു ബില്ലല്ലേ എന്നല്ല, അൽ ആലിമു ബില്ലയാണ് മുഖറബ്. അൽ ആലിമു ബില്ലയാണ് മുഖറബ്. അപ്പൊ സൂഫിന്റെ മയനെന്താ? മുഖറബ്, അടുത്ത ആള്. അപ്പൊ ഇനി ഏത് കാലത്ത് മുഖറബ് ഉണ്ടായാൽ അവരൊക്കെ സൂഫിയാണ്. ചില കാലത്ത് സൂഫി എന്നുള്ള പേര് പുറത്തു പറയൂല, ചില നാട്ടിലും പറയൂല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മുഖറബായ അടുത്ത ആളാണോ സൂഫിയാണ്. അപ്പൊ ആലിമു ബില്ലാഹ്, അള്ളാഹിനെ അറിയുന്ന ആള് എന്തായാലും മുഖറബാണ്. ഓലൊക്കെ സൂഫിയാണ്. വൈറു സൂഫി ആയ ആള്, സൂഫി അല്ലാത്ത ആള് മുഖറബാവൂല, അല്ല ആലിമു ബില്ലയും ആവൂല. ഏടുന്നാ നീച്ചു വരണ്ടേ? താങ്കൾ വായിച്ചതനുസരിച്ച് തന്നെ തെറ്റി. മൂന്നാമത്തെ വാള്യത്തിൽ വന്ന് പറഞ്ഞ സംഗതിയാപ്പോ. അപ്പൊ അത് രണ്ടും ഇനിയും മനസ്സിലാക്ക. ഇനി പൊട്ടപ്പോയത്തും പറയരുത്. ഒന്നുകൂടി അയാൾ പറയട്ടെ. ഒരു പറഞ്ഞതിന്റെ ധ്വനി സൂഫി എന്ന് പറഞ്ഞാല് ആലിമു ബില്ലാണ്, മുത്തറാദിഫാന്നാ പറഞ്ഞത്. ആലിമു ബില്ലും സൂഫി മുത്തറാദിഫാണ്. ഇതാണ് ഇവരുടെ അടുത്ത് തസവുഫും ഇല്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. ഇയാളെ അടുത്ത് പിന്നെ ചുണ്ണാമ്പും ചുക്കും ഉള്ള കോല. അപ്പൊ ഈ പറഞ്ഞു കേട്ടിട്ട് എന്താണ് ഇയാൾ ഈ പറയണത്? ഇയാൾ ആരെ മുഷാവറയിലെടുത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. എടോ ഇതിന്റെ നിർവചനം തന്നെ അതാണ്. അസൂഫിയു എന്നതിന്റെ ഡെഫിനിഷൻ എന്താ? ഹുവൽ ആലിമു ബില്ലാഹ്, അള്ളാഹിനെ അറിയുന്ന ആള്. അതിലെ മുത്തറാദിഫ്. മുത്തറാദിഫ് പറഞ്ഞ പര്യായ പദം. അപ്പൊ സൂഫി എന്ന് പറഞ്ഞാലും അൽ ആലിമു ബില്ലാഹ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. കിതാബിലൊക്കെ അങ്ങനെയാ പറയുന്ന, സൂഫിയു അൽ ആലിമു ബില്ലാഹ്. ഫത്തുൽ ബാരി എടുത്ത് നോക്ക്, ഏത് കിതാബിലാ ഇല്ലാത്ത? എന്നിട്ട് അതിനെതിര് പറയാ ഹക്ക് പറയുന്ന ആക്ക് ചുക്കും ചുണ്ണാമ്പും ഇല്ലാന്നു. ഇവന് പിന്നെ ഉണ്ടായി നിറഞ്ഞു നിൽക്കുവാണ്. എന്താ ഏപ്പിക്കാരെ നിങ്ങളെ കഥ? നിങ്ങളെ മുഷാവറ ഇപ്പൊ നിങ്ങളപ്പം മുഷായിക്കിനെതിരെ തീരുമാനം എടുക്കണോല്? ഒന്നുകൂടി ആൾ പറയട്ടെ. ഇനിയിപ്പോ ഇവിടെ വേറൊരു തരികട പറഞ്ഞത്, ഈ ചർച്ചയിൽ പറഞ്ഞത് അൽ ആലിമു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്?
അത് സൂഫിയാണ്. അതിപ്പം പൊളിഞ്ഞല്ലോ. സൂഫി എന്നത് അത് പൊളിയൂല. കാരണം സൂഫി എന്നതിന്റെ നിർവചനമാണ് ആലിമുമില്ല. അള്ളാനെ അറിഞ്ഞവർക്കാ സൂഫി എന്ന് പറയാ. ആ സൂഫി അല്ലാത്ത ആരുണ്ട് എന്നാണ് ചോദ്യം. താങ്കൾ അർത്ഥം വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് എന്താ? സൂഫി അല്ലാത്ത ആളാണ് അൽ ആലിമുമില്ല. ഒയ്രിയത്താ വന്നത്. ഒയ്രിയത്ത് വരുമ്പോ നിസ്ബ ഏതാ? മുത്തബായിനാനിയാണ്. മുത്തബായിനാനി ആവോ അത്? ഇത് രണ്ടും ഒന്നല്ലേ? ആ കുട്ടികളെ കാര്യം, ഇയാൾ ദർശനത്തിന് മക്കളെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ ബേജാറ്. മക്കളെ അവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളി. ഇയാൾ നിങ്ങൾ നശിപ്പിക്കൂട്ടോ. ആ മഹല് വരെ കേടെടുത്തു ഇയാൾ. ടെൻഷനായിട്ടൊന്നും കാര്യമില്ല. മറുപടി വരുമ്പോൾ അല്ലേ അടങ്ങി നിന്നാൽ മതി. തൊള്ള തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിതാബൊക്കെ വായിക്കുമ്പോൾ കറക്റ്റ് അല്ലേ നോക്കുക. ആ എന്നിട്ട് ഇയാൾ രണ്ട് തരത്തിലുള്ള സൂഫിണ്ട്. ആ കൂടി അടുത്ത് പറയുന്ന കേട്ടോ, വെറും പൊട്ടത്തരങ്ങളുടെ ഘോഷയാത്ര. ഒന്നുകൂടി അതിന് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ അറിയോ? മിൻ ഗൈരി കസ്ബിൻ മിൻഹു, അവനിൽ നിന്ന് ഒരു പണിയില്ല, ഈ സുലൂക്കും ഒന്നുമില്ല. അങ്ങനെ ചില മഹാന്മാരെ അള്ളാഹു വലിക്കും. അതൊക്കെ റയർ കേസുകളാണ്. നമുക്കറിയാൻ പോലും കഴിയൂല. നമ്മളെ ഇടയിൽ കൂടി ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇത് സൂഫിയ, ഇത് സൂഫിയാണ്. അയാൾ പറഞ്ഞ ചിലര് സുലൂക്കും അതിന്റെ വഴികളിലൊക്കെ കടന്നിട്ട് ആരാകും? അൽ ആലിമു ബില്ലാവും. ചിലവര് അതൊന്നുമില്ലാതെ അല്ല നേരിട്ട് അവരെ ജദ്ബ് ചെയ്യും. രണ്ടായാലും അയാൾ അൽ ആലിമു ബില്ല എന്ന അവസ്ഥയിലെത്തിയാൽ, അൽ ആരിഫു ബില്ല എന്ന അവസ്ഥയിലെത്തിയാൽ അവർക്ക് പറയുന്ന പേരാണ് സൂഫി. ഒരു രക്ഷയില്ല മോനെ. അവാരിഫുൽ മആരിഫ് ഉണ്ടാക്കിയ ആള് സൂഫിയാക്കളുടെ നേതാവാ. അവർ ചോദിക്കുകയാണ് സൂഫി അല്ലാത്ത ആരുണ്ട്? നിങ്ങളെ അണ്ണാക്കിലേക്കാണ് ആ ചോദ്യം, ബിസിനസ്മാന്റെ അണ്ണാക്കിലേക്ക്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വായിച്ച് മാറ്റാനൊന്നും പറ്റൂല. എന്നിട്ട് ഇങ്ങനെ ഇടക്ക് നിങ്ങൾക്ക് മദതില്ല, മദതുള്ള ആളല്ലേ ഈ വായിക്കണിപ്പോ? സംഘടനന്റെ മദതാള്. എന്നിട്ട് ഇന്നലെ നെഹ്വിന്റെ കിതാബ് വായിച്ചു. എന്തേപ്പ ആക്കി കൂട്ടിയതെല്ലാം കൂടി. ആ കഥ ഇയാൾ പറഞ്ഞ യാതൊരു കാര്യമില്ല. അവിടെ കൊണ്ടുവന്നിട്ട് ഇബ്നു മാലിക് തങ്ങളെ മേലൊരു കളവും. ആ കളവ് ഒന്നുകൂടി വെച്ചു കൊടുക്ക്. സ്വഹീഹാവണമെങ്കിൽ ജവാബിന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ജവാബിന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ്, ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ഇവിടെ നിർബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ആർക്ക്? ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നിൻ്റെ ശേഷം മംഫിയായ ലമ്മ് വന്നാൽ, നാഫിയായ ലമ്മ്, നഫിയുടെ ലമ്മ് വന്നാൽ ജവാബിന് എന്തായിക്കൊള്ളണമെന്നില്ല, ജസ്മ് ചെയ്യേണ്ടതില്ല. ജസ്മ് ചെയ്യാതിരിക്കൽ അനുവദനീയമാണ്. ബിക്കുറുഹിൻ, കറാഹത്തോടുകൂടെ. കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഖ്ഹിലെ കറാഹത്തല്ല അത്. എന്ന് പറഞ്ഞാൽ ഫസാഹത്തിൻ്റെ മുഹില്ലാണ്. എന്നാൽ അങ്ങനെ ജസ്മ് ചെയ്യാതെ റഫ് ചെയ്തത് കൊണ്ട് എന്തില്ല, കുഴപ്പം ഇല്ല. ഇയാളിപ്പോ എന്താ ചെയ്യണ നിങ്ങള്? ഇയാൾക്ക് എന്തൊക്കെയോ തിരിയുന്നിങ്ങനെ അറിയിക്കാൻ വേണ്ടി എന്തൊക്കെയോ പൊട്ട പോയത്തങ്ങൾ വിളിച്ചു പറയും. റഫ് ചെയ്യൽ അനുവദനീയൊക്കെയാണ്, പക്ഷേ ബി കുറുഹിൻ, കറാഹത്തോടുകൂടി. ഫിഖ്ഹിലെ കറാഹത്തൊന്നല്ല, എന്നാലും അത്ര ശരിയില്ല. ഞാൻ നല്ല വിശദീകരിച്ചൊന്നും അതിലേക്ക് വിശദീകരിക്കണില്ല. ഒറ്റ കാര്യം എന്ന് പറയണുള്ളൂ. ഇബ്നു മാലിക് തങ്ങൾ റഫ് ചെയ്യൽ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്, ബി കുറുഹിൻ എന്ന് പറഞ്ഞൊരു ഇബാറത്ത് ലോകത്തൊരു കിതാബിലും ഇബ്നു മാലിക് തങ്ങളെ കിതാബിൽ കാണിക്കാൻ കഴിയൂല. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളി. ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്താ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത്? وبعد ماض رفعك الجزا حسن ورفعه بعد مضارع وهن. മാലിന്റെ ശേഷം
ജവാബിന് റഫ് ചെയ്യൽ ഹസൻ നല്ലതാണ് എന്നാ. നല്ലതാണ് എന്നുള്ളതിനെയാണ് ഇയാൾ കറാത്താണ് എന്നാക്കിയത്. സാധുപ്പെട്ടതാണ്. ബി കുറുഹിൻ എന്ന് കിതാബിലില്ല. തസ്ഹീൽ നോക്കണം, ഷറൂ തസ്ഹീൽ നോക്കണം. ബിനുമാലിക്ക് തങ്ങളെ കിതാബ അവിടെ ഉള്ളത് ബി കസിറത്തിൻ എന്നാണ്. ബി കസിറത്തിൻ എന്നതിനെയാണ് ഇയാൾ എന്ത് വായിച്ചത്? ബി കുറുഹിൻ. ലാ തല വല വാല. ആരാപ്പ ഇയാളൊക്കെ മുസാവറാക്കിയത്? എന്തിനാ ഇയാളൊക്കെ കടന്നു വന്ന്? അൽഫി ഓതാത്ത ഇയാളെ കുട്ടികളെ കാര്യം എന്തായിരിക്കും? ഞങ്ങൾക്ക് നിങ്ങൾ ആദ്യം അറിയാം. പോട്ടെ, ഈ കേരളത്തിൽ ഇത്രയും സമ്പുഷ്ടമായി ദർശൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട മനുഷ്യ. നിന്നെ വിളിച്ച് ചൂടാകുക ശിഷ്യന്മാർ, ഞങ്ങളെ ഉസ്താദിനെ വഷളാക്കാണോ? നിങ്ങൾ എന്തിനെതിരെ ഇറങ്ങിയെന്ന്? എന്നിട്ട് ഇന്ന് ഇറക്കിയ പുതിയ വീഡിയോ, ഇത് പുതിയത് ഇറക്കിയോണ്ടാ പിന്നെയും പറയേണ്ടി വന്ന്. പുതിയത് ഇറക്കുമ്പോൾ വീണ്ടും വിശദീകരിക്കേണ്ടി വരും. ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഇറക്കിയ വീഡിയോയിൽ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. വായിക്കണ സ്ഥലത്ത് വ്യക്തമായ നമ്മൾ പിടിക്കുന്ന ഉറപ്പായപ്പോൾ എന്താ ചെയ്തറിയോ? അവിടെ നല്ല ഒരു മ്യൂസിക്കാണ് കൊടുത്തത്. നമ്മളുടെ പോലെ ഈ പിന്നെ ചാനലിലൊക്കെ തെറി പറഞ്ഞ ഭാഗം വരുമ്പോൾ അവിടെ ഒരു കൂന്നുള്ളൊരു ഒച്ച കൊടുക്കുമല്ലോ, അതേപോലെ അറബി വായിക്കുന്നിടത്ത് ഇയാൾ അവിടെ ഒരു സ്പെഷ്യൽ ഒരു സൗണ്ട്. എന്നാൽ ചെങ്ങായിമാരെ ഇത് എഡിറ്റ് ചെയ്ത് ഇറക്കണ സാധനമല്ലേ, ആ ഭാഗം ഒഴിവാക്കിയ പോലെ. ഒരു ഐഡിയ ഇല്ല. ആ ഭാഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. മുസമ്മ ഉണ്ടാകണം. അത് ഈ സാധുക്കൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാ ലി അന്നഹും, കാരണം എന്തുകൊണ്ട് അവര് ലാ ഈ സൂഫിയത്തി, അവരെ എന്തിനാടോ കയ്യാത്ത പണിക്ക് അവന്നൂടി കളിപ്പിക്കുക. എന്തിനാ ഈ കയ്യാത്ത? ആ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് അയാൾക്കായി ഒന്നും കിട്ടിയില്ല. ആ ഇബാർത്ത് വായിക്കാൻ അറിയില്ല. അറിയാത്തെന്തോ പേച്ചു വായിച്ചു. നമ്മൾ പിടിക്കുന്നെരുതിയിട്ട് അവിടെ ഒരു സംഭവം കൂട്ടിക്കൊടുത്തിന്. ഏപ്പിക്കാരൻ മുസാവറിന്റെ കഥയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നുകൂടി വെച്ചു കൊടുക്ക്, കാണട്ടെ ആൾക്കാർ. നിങ്ങൾക്കൊക്കെ നല്ലത് പൂള കുത്താൻ പോലെ. പൂള കുത്താൻ തന്നെ നിങ്ങളെ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അത് വേറെ പണിയുണ്ട്. അപ്പോൾ അതിലൂടെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. എന്തിനാണോ ഒല്ലിയിട്ട് ഇങ്ങനെ കുത്തിറക്കണ്? വെയിലുണ്ട് നരച്ചതാണോ താടി? ഞാൻ ഇന്നലെ ചോദിച്ചു നിങ്ങളോട്. ഈ പണിക്ക് നിൽക്കരുത്. ബി കസിറത്തിൻ എന്നാണോ അതേപോലെ തന്നെ ബി കുറുഹിൻ എന്നാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തോ എങ്ങനെ മുദരിസാവും? എങ്ങനെ മുസാവറ? പിന്നല്ലേ നിങ്ങൾ ആ മശായിഖിനെതിരെ തീരുമാനം എടുക്കണത്? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം വരുന്ന മശായിഖിനത് ഞാൻ അവരോട് പറഞ്ഞു, വിവരമില്ല എന്ന് പറയുന്ന മശായിഖിന്റെ അടുത്ത് നിങ്ങൾ വരി, നിങ്ങളൊന്ന് ചോദിക്കി. നിങ്ങൾ എന്ത് ചോദിക്കാനാ? നിങ്ങൾക്ക് ദീനിന്റെ അസിലെന്നെ അറിയോ? നീയത്തറിയണത്ര മൊയ്ലിയമാരുണ്ട്. എണ്ണി പറഞ്ഞേ നിങ്ങൾ. എന്താ അറിയാ? അറിയില്ല എന്നുള്ള അറിവില്ലല്ലോ. എന്നിങ്ങനെ തഹ്കീക്ക് എന്ന് പറഞ്ഞാൽ സഫാഹത്ത് വിളിച്ചു കൂവാ. ഇതല്ലേ നിങ്ങളെ മുഷാവറ? ഇനി ഇയാൾ കേന്ദ്ര മുഷാവറയ്ക്ക് എത്താൻ പോവാണത്രേ. മുഷാവറിന്റെ പ്രസിഡന്റ് പേരോട് സെക്രട്ടറി ഇയാളെ ആക്കിയാൽ താമായി. കിതാബിന്റെ കോലാത് മറ്റോ റദ്ദുൽ വാഫിർ വായിച്ച പോലെ തന്നെ. എന്താ ചെയ്യാ?